ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ്, അതായത് അപ്കമിങ് വിശേഷങ്ങൾ. നമ്മൾ ഇന്നത്തെയും നാളത്തെയൊക്കെ വിശേഷം മെയിൻ ചാനലിലാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ ഈ ചാനലില് നമ്മുടെ വരാനിരിക്കുന്ന വിശേഷങ്ങളായിട്ടാട്ടോ വരാറുള്ളത്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ ഇപ്പം കത്തി പാറി നിൽക്കുകയാണ് നമ്മുടെ ചന്തുമോള്. ചന്തുമോൾ ആരാണ്, ചന്തുമോൾ ആരുടെ കുഞ്ഞാണ് എന്നൊന്നും ആർക്കും അറിയില്ല. നമ്മുടെ അഭിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പം ചന്തുമോളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് അനന്തപുരി തറവാട്ടിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ ആദർശിനെ എല്ലാവരും ആദ്യം കാണുന്നത് ചന്തുമോളുടെ അച്ഛനായിട്ട് തന്നെയാണ്. ഈ അഭി പറയുന്നുണ്ടല്ലോ, ഞാൻ അച്ഛനാന്ന് പറഞ്ഞോളാം, ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ. പക്ഷെ ഈ പറയുന്ന അഭി തന്നെയാണ് ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും നമ്മുടെ ആദർശിനെ അവിടെ കുറ്റക്കാരനാക്കുകയും ചെയ്യുന്നത്. കാരണവും കൊണ്ട് നമ്മുടെ അഭി ആദ്യമൊക്കെ ഇവരോട് പറയും, അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ആദ്യം പറഞ്ഞിരിക്കുന്നത് ഞാനാണ് ഈ കുറ്റം ചെയ്തതെന്ന്, ഏറ്റെടുത്തോളാം ഞാനെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നമ്മുടെ അഭി നേരെ മറുകണ്ഠം ചാടുകയാണ് കേട്ടോ. പക്ഷെ ഈ അഭിയുടെ മറുകണ്ഠം ചാട്ടം ഒത്തിരി നാൾ പോവില്ല. നയനയും ദേവയാനിയും അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കും. അത് മാത്രമല്ല, നമ്മുടെ അനഘ മരിച്ചിട്ടില്ല. അനഘ ഇപ്പോൾ കോമ സ്റ്റേജിലാണ് ഉള്ളത്. അപ്പം ഈ കോമ സ്റ്റേജിൽ കഴിയുന്നവരൊക്കെ പൂർണ്ണമായിട്ടും അങ്ങനെ കഴിയണം എന്നൊന്നുമില്ല. ചിലപ്പം ഇവർക്ക് വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഒക്കെ സംഭവിച്ചേക്കാം. എന്തോ മിറാക്കിൾ എന്നൊക്കെ പറയാം. ആ ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ അനഘയ്ക്ക് ആ ഒരു കോമ സ്റ്റേജിൽ നിന്നൊരു മാറ്റം സംഭവിക്കുകയാണ്. പക്ഷെ അതിനൊക്കെ കുറച്ചും കൂടെ കാലതാമസം ഉണ്ട്. നമ്മുടെ കഥ മുന്നോട്ടേക്ക് പോകുമ്പോഴൊക്കെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോഴും നമ്മുടെ അഭി എല്ലാവരുടെയും മുമ്പിൽ നല്ലവനായിട്ട് നടക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഈ ഒരു ചന്തുമോള് അനന്തപുരി തറവാട്ടിനെ ആകെ പിടിച്ചു കുലുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ചന്തുമോള് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സില്, നമ്മുടെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും ദേവയാനിയുടെയും ഒക്കെ മനസ്സില് ഒരു നല്ലൊരു ഇത് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ആ കുട്ടി ആ വീട്ടിൽ വരുന്നതോടെ ആ വീട് മാറി മറിയുന്നു. ആദ്യമൊന്നും ആ കുട്ടീനെ ഇഷ്ടമല്ലായിരുന്നെങ്കിലും പിന്നെ പിന്നെ ആ കുട്ടിയോട് ഒരു സ്നേഹം തോന്നുന്നു. ഇതിനിടയില് നമ്മുടെ അഭി ആണെങ്കില് ഈ അനഘ കോമ സ്റ്റേജിലാണെങ്കിലും അവളെ കൊല്ലാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. പക്ഷെ മുത്തശ്ശന്റെ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് എപ്പോഴും അനഘ ഉള്ളത്. മുത്തശ്ശൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനഘയുടെ കാര്യങ്ങളും അനഘയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയാണ്. അപ്പം അനഘ ജീവിച്ചാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പം മാക്സിമം എങ്ങനെയെങ്കിൽ നമ്മുടെ അനഘേനെ രക്ഷിച്ചെടുക്കാം, എങ്ങനെയൊക്കെ നമ്മുടെ അനഘേനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് ഇത് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഡോക്ടറിനോട് പറയുന്നുണ്ട്, ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് ഡോക്ടർ. അവളുടെ ജീവൻ നിലനിർത്തുക എന്നത് എന്റെ മാത്രം ആവശ്യമല്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ ആവശ്യമാണ്. കാരണം അതുപോലെയുള്ളൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകൻ ആദർശിന്റെ മകളാണ് അനഘയുടെ മകൾ എന്ന് പറയുന്നു. അതിന് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ മകനെ എനിക്ക് വിശ്വാസമാണ്. അവനെ ആദർശിനെ എല്ലാവർക്കും അറിയാം, അവന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ഇതുവരെ അവനിൽ ഒരു ചീത്തപ്പേര് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തെളിയിക്കണം. പക്ഷെ അബിയുടെ പേരാ എടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, ഞാൻ വിശ്വസിച്ചേനെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല മാഡം. ഡോക്ടറിനോടാട്ടോ പറയുന്നത്, ഡോക്ടർ എന്റെ ആദർശ് ഇങ്ങനെ ചെയ്യുമെന്ന്. പക്ഷെ സാഹചര്യ തെളിവുകൾ കാരണം എനിക്കിത് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. ഈ കുട്ടീനെ കൈ ഒഴിയാനും പറ്റില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ കുട്ടിയെ ഇപ്പം സേഫ് ആയിട്ട് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുക. ഇനിയിപ്പൊ അതല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, അനഘയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുട്ടിയുടെ അച്ഛനെ ഏൽപ്പിക്കണം എന്ന് അനഘ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരാണ് അച്ഛനെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവള് സേഫ് ആയിരിക്കും ആ കരങ്ങളിൽ എന്നും അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം നിങ്ങൾ തകർത്ത് കളയരുതെന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ അങ്ങനെ കണ്ണിൽ ചോര ഇല്ലാത്തവരല്ല, എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതെന്ന് പറയാണ്. അങ്ങനെയാണ് ഈ കുഞ്ഞിനെ അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിന്റെ ഇടയിലാണെങ്കിലോ നമ്മുടെ നവ്യക്ക് പ്രസവ വേദനയും കാര്യങ്ങളൊക്കെ വരികയാണ് കേട്ടോ. അപ്പൊ നവ്യ ഭയങ്കരമായിട്ടും ആ ഒരു ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ നവ്യന് ഈ കാര്യങ്ങളൊന്നും അറിയിക്കാൻ പാടില്ല എന്ന് നമ്മുടെ നയന പറയുന്നുണ്ട് ആദർശിനോട്. ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും പറയരുത്, നവ്യ ഒരിക്കലും ഇതൊന്നും അറിയരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അഭിയുടെ കുഞ്ഞാണെന്നാണല്ലോ ആദ്യം എല്ലാവരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആദർശിന്റെ കുഞ്ഞ് തന്നെയാണെന്ന് ആ കുഞ്ഞ് തന്നെ എടുത്ത് പറയാണ് കേട്ടോ. ആ കുഞ്ഞ് പറയാണ്, എന്റെ അച്ഛൻ ഇതല്ല, എന്റെ അച്ഛന്റെ ഇതാണ് എന്ന് ആ കുഞ്ഞ് തന്നെ പറയുന്നുണ്ട്. ആ കുഞ്ഞ് തന്നെ ആ സ്പോട്ടിൽ പറയാണ്, എന്റെ അച്ഛൻ ഈ നിൽക്കുന്ന അച്ഛനല്ല, എന്റെ അച്ഛൻ ഇതാണ്,
എന്റെ അമ്മ ഫോട്ടോയിൽ കാണിച്ചു തന്നിട്ടുള്ള അച്ഛൻ ഇതാണെന്ന്. അമ്മ ഫോട്ടോയിൽ കാണിച്ചു തന്നിട്ട് കൊടുത്തിട്ടുള്ളതല്ല, പക്ഷെ അവിടെ നിന്ന് ദുഷ്ടന്മാരാണ് ആ ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു നിമിഷമെങ്കിലും അത് പതിഞ്ഞു പോയിട്ട് ആ കുട്ടി അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നയനയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒടുക്കുകയാണ് കേട്ടോ. നയനി അവിടെ വല്ലാണ്ടാവുകയാണ്. അപ്പോഴത്തേക്കും ജലജ, ഓഹോ, എന്നിട്ടാണല്ലേ എന്റെ മകന്റെ പേരിൽ നിങ്ങൾ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിച്ചത്? എന്റെ മകന്റെ പേരിൽ കെട്ടിവെച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, ഇവൻ എപ്പോഴും പുണ്യാളനും എന്റെ മകൻ എപ്പോഴും അങ്ങേയറ്റത്തെ വൃത്തികെട്ടവനുമാക്കി സൃഷ്ടിക്കാനല്ലേ നോക്കിയത്, അച്ഛനും കൂടി ഇതിന് കൂട്ടു നിന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴ് നമ്മുടെ മുത്തച്ഛന്റെ പേരിലായി കേട്ടോ. അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു, ജലജെ, ഒരിക്കലും നിന്റെ മകന്റെ പേരിൽ കുറ്റം ഏൽപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ ഇത് ചെയ്തത്. നമ്മുടെ കുടുംബത്തിനൊരു അഭിമാനമുണ്ട്. അതുപോലെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണ് ഈ നിൽക്കുന്ന ആദർശ്. അവനൊരു കുറ്റാരോപിതനാകുമ്പോൾ അതിന് എത്രത്തോളം സത്യമുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതിപ്പം ഒരു ഫോട്ടോയിൽ കണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജലജയും ജാനകിയൊക്കെ പറയോ, അല്ലെങ്കിലും അച്ഛൻ അവനെ സപ്പോർട്ട് ചെയ്യാലോ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ദേവയാനി ഇങ്ങ് വരികയാണ്. ദേവയാനി ഇതെല്ലാം സഹിച്ചു കേട്ട് നിൽക്കായിരുന്നു. ദേവയാനി ഇങ്ങ് വന്നിട്ട്, എന്താടാ ഞാൻ ഈ കേൾക്കുന്നത്, ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അമ്മേ എനിക്കൊന്നും അറിയില്ലാന്ന്, ഈ കുട്ടി എന്താ കള്ളം പറയുമെന്ന് പറഞ്ഞ് കർണക്കുറ്റി നോക്കി ഒറ്റ ഓർമ്മ കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇതിനാണോടാ ഞാൻ നിന്നെ വളർത്തിയത്, നിന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് അഭിമാനം ഉണ്ടായിരുന്നല്ലോടാ, നീ എന്താടാ കാണിച്ചു വെച്ചിരിക്കുന്നത്, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്, നിന്നെ ഓർത്തൊരു പെണ്ണിവിടെ ഇല്ലേടാ, നിനക്ക് എന്തിന്റെ കുറവാടാ ഇവിടെ ഉള്ളത്, അവള് നല്ലൊരു പെണ്ണിനെയല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവയാനി. അങ്ങനെ നമ്മുടെ ആദർശിന്റെ ആ ഒരു വല്ലാത്തൊരു പ്രസ്റ്റീജിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ചന്തുമോള്, സത്യത്തിൽ നമ്മുടെ നയനയ്ക്ക് ആദ്യം ചന്തുമോളെ ഇഷ്ടമല്ല, നയനയ്ക്ക് ചന്തുമോളോട് ഒരു താല്പര്യവും ഇല്ല എങ്കിലും കുറച്ച് കഴിയുമ്പം ആ കുഞ്ഞിനോട് നമ്മുടെ നയനയ്ക്ക് സ്നേഹം വരികയാണ് കേട്ടോ. അങ്ങനെ എന്തോ നല്ലൊരു സ്നേഹത്തിൽ തന്നെ ആവുകയാണ്. പക്ഷെ ആദർശമായിട്ടുള്ളൊരു ബന്ധം ആദ്യം കുറെയൊക്കെ വളരെയധികം മൂർച്ചാവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ കഴിഞ്ഞ കഥയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അപ്പൊ ഇതിനിടയിൽ അനഘയുടെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ നവ്യയുടെ പ്രസവവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പ്രസവവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടെയും കുറെ ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ പതിയെ പതിയെ നിങ്ങളിൽ എത്തിക്കാം, കാരണം എല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങളിൽ എത്തിച്ച് ചളമാക്കി കുളവാക്കുന്നില്ല. അപ്പൊ ഏതായാലും ഇനിയിപ്പം നമ്മുടെ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഇന്ദിവരമല്ല, മാറിപ്പോയി, കഥ വിട്ടുപോയി, നമ്മുടെ അനന്തപുരി തറവാട് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാലും മുത്തശ്ശി പറയുന്നുണ്ട്, ഒരിക്കലും നമ്മുടെ ആദർശിനെ കുറ്റപ്പെടുത്തരുത്, കാരണം ആദർശ് ഒരിക്കലും അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കുറ്റം സമ്മതിക്കാനുള്ള ധൈര്യം അവനുണ്ട്. പക്ഷെ ഇത് അവൻ പറയുന്നത് അവന്റെ കുട്ടിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാര്യത്തിൽ എടുക്കണമെന്ന് പറയുമ്പം, വസന്തരെ, ഇതൊക്കെ നമ്മൾ കാര്യത്തിൽ എടുക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോഴും അവന്റെ കുഞ്ഞാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ആ കുട്ടീനെ നമുക്ക് കൈവിടാൻ പറ്റില്ലല്ലോ. അവസാനമായിട്ട് അവൾ എന്നെയല്ലേ വിളിച്ചത്, എന്നെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ അനഘ എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് എന്നിലെ ആ വിശ്വാസം എനിക്ക് തകർക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവള് തിരിച്ചു വരട്ടെ, എന്നെങ്കിലും അവളുടെ നാവ് പൊങ്ങുമ്പോൾ നമുക്ക് സത്യം അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ അനഘ മരിച്ചിട്ടില്ല എന്ന സത്യം നമ്മുടെ അഭി അറിഞ്ഞത് കൊണ്ട് അഭി ഇനിയിപ്പം അനഘയെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അപ്കമിങ് പ്രമോ എന്ന് പറയാൻ വരുന്നില്ലായിരുന്നു, കമ്മിങ് സൂൺ പ്രമോ എന്ന് പറയാൻ വരുന്നില്ലായിരുന്നു. വേറെ ഒന്നും കൊണ്ടും അല്ല, നമ്മൾ ഏകദേശം കഥയുടെ ഒത്തിരി അങ്ങ് നീണ്ടങ്ങോട്ട് പോയി. അതുകൊണ്ടാണ് പിന്നെ ഒത്തിരി അങ്ങ് കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഥയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ പോകും. അപ്പം നിങ്ങൾ ഓർക്കും, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ കാണും, അപ്പം അവരും ഓർക്കും ഇതെന്താ ഇങ്ങനെയെന്ന് ഓർക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ലെങ്ത് ആയിട്ട് പോകുന്നതിലും ഭേദം ഒരുമാതിരി ഒരു 2-3 ആഴ്ചക്ക് മുമ്പുള്ള കഥ ഞാൻ പറഞ്ഞു തരാം. ആ ഒരു രീതിയിൽ പോകാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ 2 ദിവസം ഗ്യാപ്പ് ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ ഓരോ ദിവസം പറയുമ്പം കഴിഞ്ഞു പോകും, നമ്മുടെ കഥ വലിച്ചു നീട്ടിക്കൊണ്ടുമാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇതുപോലുള്ള ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നപ്പോൾ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇനിയിപ്പോ അടുത്ത വിശേഷവുമായിട്ട് വരും. ഗോമതിയുടെയും ബാലന്റെയും വിശേഷം, അതായത് ഗോമതിയുടെയും ബാലന്റെയും പ്രൊമോ വിശേഷം നമ്മൾ വൈകിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ അത് കാണാനും മറക്കരുത് കേട്ടോ. ഗോമതിയുടെയും ബാലന്റെയും പ്രൊമോ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആകാശും അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷിക്കും ഒരു ഷോപ്പിംഗ് മാൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. മീനാക്ഷിയുടെ അച്ഛൻ ഇതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ മീനാക്ഷി നിൽക്കുന്നത്. പക്ഷെ ആകാശിന് എന്തോ മീനാക്ഷിയുടെ അച്ഛനോട് ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുന്നുണ്ട്. അത് പക്ഷെ ഇവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ടായിരിക്കും, സ്വന്തം അച്ഛനിൽ നിന്ന് കിട്ടുന്നേക്കാൾ കൂടുതൽ ഒരു റെസ്പെക്ട് കിട്ടുന്നത് കൊണ്ടായിരിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് അതിൽ ഇനി പറയാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പം വൈകിട്ട് നമുക്ക് നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും പ്രമുഖമായിട്ട് കാണാം. അപ്പൊ ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.